നമസ്കാരം. ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ രൂപേഷ്. പ്രധാന വാർത്തകൾ. എല്ലാവർക്കും പ്രാപ്യമായ ആരാധനാലയമായ ശബരിമലയെ ശക്തിപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി. സൈബർ അപവാദ പ്രചരണ പരാതി. ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യും. സൈബർ ആക്രമണം. പരാതികളിൽ സർക്കാരിന് ഇരട്ട നീതിയെന്ന് വി.ഡി. സതീശൻ. തെങ്ങ് വീണ് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. എല്ലാവർക്കും പ്രാപ്യമായ ആരാധനാലയമായ ശബരിമലയെ ശക്തിപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി. എല്ലാവർക്കും പ്രാപ്യമായ ആരാധനാലയമാണ് ശബരിമലയെന്നും അതിനെ ശക്തിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ശബരിമല പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മാറുന്ന കാലത്തിന് അനുസരിച്ച് തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവാണ് കാണുന്നതെന്നും അതിനാൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുള്ള അഭിപ്രായങ്ങൾ ഭക്തരിൽ നിന്ന് തന്നെ തേടാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചത്. യഥാർത്ഥ ഭക്തർ ആഗോള അയ്യപ്പ സംഗമത്തോട് സഹകരിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭക്തി പരിവേഷമാക്കിയവർക്ക് പ്രത്യേക താല്പര്യം കാണുമെന്നും അത്തരക്കാരാണ് സംഗമം തടയാൻ ശ്രമിച്ചതെന്നും അത് പക്ഷേ സുപ്രീം കോടതി പോലും തള്ളിക്കളഞ്ഞുവെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയിലുണ്ടെന്ന് ഭഗവത്ഗീത ഉദ്ധരിച്ചു പറഞ്ഞ മുഖ്യമന്ത്രി ഇത് ഗീതയിലെ യഥാർത്ഥ ഭക്തസംഗമം പാലിക്കുന്നവരുടെ സംഗമമാണെന്ന് അഭിപ്രായപ്പെട്ടു. സൈബർ അപവാദ പ്രചരണ പരാതി. ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യും. സൈബർ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതികളിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. കേസിലെ 1-ാം പ്രതിയായ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് ഭാരവാഹി ഗോപാലകൃഷ്ണൻ, യൂട്യൂബർ KM ഷാജഹാൻ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ എന്നിവരടക്കമുള്ളവരെ ചോദ്യം ചെയ്യും. കേസിൽ അറസ്റ്റുണ്ടാകാനും സാധ്യതയുണ്ട്. ഇന്നലെ വരെ വിഷയത്തിൽ ചാനലുകളിൽ നേരിട്ട് പ്രതികരിച്ചിരുന്ന ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയിട്ടുണ്ട്. ഇയാളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ആൾ വീട്ടിലില്ല. ഷൈൻ ടീച്ചർക്ക് പുറമെ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ, PV ശ്രീനിജൻ, KJ മാക്സി, ആന്റണി ജോൺ എന്നീ MLA മാരും പരാതികൾ നൽകിയിട്ടുണ്ട്. മെറ്റയിൽ നിന്ന് അധിക്ഷേപ പോസ്റ്റുകളിട്ട അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ റൂറൽ പോലീസ് ആരാഞ്ഞിട്ടുണ്ട്. സൈബർ ആക്രമണം. പരാതികളിൽ സർക്കാരിന് ഇരട്ട നീതിയെന്ന് വി.ഡി. സതീശൻ. സൈബർ ആക്രമണങ്ങളെ കുറിച്ചുള്ള പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ട നീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 1 മാസമായി കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ക്രൂരമായ സൈബർ ആക്രമണമാണ് താൻ അടക്കമുള്ളവർക്ക് നേരെ നടന്നു വരുന്നത്. അന്ന് ഇപ്പോൾ പറയുന്ന മനുഷ്യത്വവും സാംസ്കാരിക വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും ഒന്നും ആരും പറഞ്ഞു കണ്ടില്ലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായിരുന്നു. ഇതിലെല്ലാം നൽകിയ കേസുകൾ എവിടെ പോയി എന്ന് മറുപടി പറയണം. ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ പറയുന്ന വിഷയം ആദ്യം വന്നത് VS അച്യുതാനന്ദന്റെ പഴയ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ യൂട്യൂബ് ചാനലിലാണ്. ഇതിൽ പരാതി കൊടുത്തയുടനെ കേസെടുത്തു. നല്ല കാര്യം. യൂട്യൂബ് ചാനലിൽ വന്നത് ഒരുപക്ഷെ ചില കോൺഗ്രസ് ഹാൻഡിലുകൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും അതിനെ ന്യായീകരിക്കുന്നില്ലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. തെങ്ങ് വീണ് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. തെങ്ങ് വീണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം ചാവടി സ്വദേശികളായ ചന്ദ്രിക, വസന്തകുമാരി എന്നിവരാണ് മരിച്ചത്. കുന്നത്തുകാലിലാണ് രാവിലെ 11ഓടെ അപകടമുണ്ടായത്. ജോലി ചെയ്യുന്നതിനിടെ വിശ്രമിക്കാനായി പാലത്തിന് താഴെ ഇരിക്കുമ്പോൾ പാലത്തിന് മുകളിലേക്ക് കടപുഴകിയ തെങ്ങ് വീഴുകയാണ് ഉണ്ടായത്. പാലവും തെങ്ങും തൊഴിലാളികളുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. അപകടം സംഭവിച്ച ഉടനെ ഇവരെ കാരക്കോണം CSI മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മറ്റു 2 സ്ത്രീകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും അണിയിച്ച സംഭവം അന്വേഷിക്കാൻ DGP ഉത്തരവിട്ടു. മുഖംമൂടി ധരിപ്പിച്ച് കൈവിലങ്ങിട്ട KSU പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് DGP തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജിൽ KSU SFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കസ്റ്റഡിയിലെടുത്ത KSU പ്രവർത്തകരെ വിലങ്ങും മുഖംമൂടിയും അണിയിച്ച് കോടതിയിൽ എത്തിച്ചത് ഏറെ പ്രതിഷേധങ്ങൾക്കും ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു. നിയമസഭയിൽ ഉൾപ്പെടെ വിഷയം പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ ജീവനൊടുക്കിയ നിലയിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസമിതി അംഗം K. അനിൽകുമാർ ഓഫീസ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. BJP നേതാവായ അനിൽകുമാർ തിരുമല വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ്. വലിയശാല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാണ്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പരാമർശിക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് സ്ഥലത്ത് പരിശോധന നടത്തിയ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 26-ന് ചേർന്ന അവസാന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലും മിനിഞ്ഞാന്ന് നടന്ന പാർട്ടിയുടെ പ്രതിഷേധ പരിപാടിയിലും അനിൽകുമാർ സജീവമായി പങ്കെടുത്തിരുന്നു. പൂജപ്പുര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ, BJP നേതാക്കളും പ്രവർത്തകരും അടക്കമുള്ളവർ സ്ഥലത്തെത്തി. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ. പോവാം.
ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്ക മാല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ 6 അടക്കം 474 രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി. സംസ്ഥാനത്തെ 6 അടക്കം 474 രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള രജിസ്ട്രേഷൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിൻവലിച്ചു. KR ഗൗരിയമ്മ സ്ഥാപിച്ച ജനാധിപത്യ സംരക്ഷണ സമിതി JSS, PC ജോർജ് നേതൃത്വം നൽകിയിരുന്ന കേരള കോൺഗ്രസ് സെക്കുലർ, കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗം, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നേതൃത്വം കൊടുത്ത കാമരാജ് കോൺഗ്രസ് തുടങ്ങിയവയാണ് കേരളത്തിൽ നിന്ന് അംഗീകാരം നഷ്ടപ്പെട്ട പ്രമുഖ പാർട്ടികൾ. തിരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായാണ് നടപടിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രക്കുറിപ്പിൽ പരാമർശിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇന്നലെ മരിച്ചയാളുടെ സഹപ്രവർത്തകനും സമാന ലക്ഷണങ്ങളോടെ മരിച്ച നിലയിൽ. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഇന്നലെ മരിച്ച വ്യക്തിയുടെ സഹപ്രവർത്തകനെയും സമാന ലക്ഷണങ്ങളോടെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ഇന്നലെ മരിച്ച റഹീമിന്റെ കൂടെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ശശിയാണ് മരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 18ആയി. ഈ മാസം മാത്രം 7 മരണങ്ങളാണ് സംഭവിച്ചത്. രോഗം ബാധിച്ച് 10 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ളത്. റഹീമും ശശിയും ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ഹോട്ടൽ അടച്ചിടാൻ കോഴിക്കോട് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. മാത്രമല്ല, ഇരുവരും താമസിച്ചിരുന്ന വീടിന്റെ കിണറ്റിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തി. മലപ്പുറത്ത് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. വഴിക്കടവ് സ്വദേശി 52-കാരനായ ബാബു വർഗീസ് ആണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠൻ 54-കാരനായ രാജു മത്തായിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയാണ് കൊലപാതകം ഉണ്ടായത്. സഹോദരന്മാർ പരസ്പരം ഉണ്ടായ വാക്തർക്കം മൂർച്ഛിച്ച് മദ്യപിച്ചിരുന്ന രാജു അനുജനെ കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും സ്വർണമാല കൈക്കലാക്കി മുങ്ങിയ യുവാവിനെ പിടികൂടി. നവമാധ്യമം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും വശത്താക്കി 5.5 പവൻ മാല തട്ടിയെടുത്ത യുവാവിനെ പിടികൂടി. മലപ്പുറം ചമ്രവട്ടം സ്വദേശി മുഹമ്മദ് അജ്മലിനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത്. പറയുന്നത് എന്തും ചെയ്യുമോ എന്നറിയാനായി യുവാവ് ആവശ്യപ്പെട്ട പ്രകാരം കുട്ടി തന്റെ നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തു. ഇതോടെ തന്റെ ബാപ്പ ജ്വല്ലറിക്കാരനാണെന്നും മാലയുടെ ഫോട്ടോ അയച്ചു തന്നാൽ പുതിയ മോഡലിലുള്ളത് പണിയിച്ചു തരാമെന്നും പറഞ്ഞ് കുട്ടിയെ വിശ്വസിപ്പിച്ചു. കുട്ടി ഫോട്ടോ എടുത്ത് അയച്ചെങ്കിലും ഫോട്ടോയിൽ കണ്ട മാല ചെറുതായി പോയെന്നും വലിയ മാലയുടെ ഫോട്ടോ അയച്ചാൽ അതുപോലൊന്ന് പണിയിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. ഇതോടെ പെൺകുട്ടി ഉമ്മയുടെ മാലയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. മാല നേരിൽ കണ്ടാലേ മോഡൽ കൃത്യമായി അറിയാൻ കഴിയുമെന്ന് പറഞ്ഞ പ്രകാരം കുട്ടി അജ്മലിന് വീടിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. ഇതനുസരിച്ച് വീട്ടിലെത്തിയ അജ്മലിന് കുട്ടി മാല ജനാല വഴി കാണാൻ എടുത്തു നൽകി. മാല കയ്യിലായ ഉടൻ അജ്മൽ അതുമായി മുങ്ങി. നവമാധ്യമ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഒളിവിൽ പോവുകയും ചെയ്തു. കബളിപ്പിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞ കുട്ടി സംഭവിച്ചത് വീട്ടുകാരെ അറിയിച്ചു. തുടർന്ന് രക്ഷിതാക്കൾ വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മുമ്പ് കൽപ്പകഞ്ചേരിയിലുള്ള പെൺകുട്ടിയെ അജ്മൽ സമാന രൂപത്തിൽ കബളിപ്പിച്ചിരുന്നു. GST നിരക്ക് ഇളവുകൾ തിങ്കളാഴ്ച മുതൽ. വിലക്കുറവ് വിപണിക്ക് കരുത്താകും. GST നിരക്കുകളിൽ പ്രഖ്യാപിച്ച ഇളവുകൾ തിങ്കളാഴ്ച മുതൽ വിപണികളിൽ നിലവിൽ വരും. ബിസ്ക്കറ്റ്, ന്യൂഡിൽസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ശീതീകരിച്ച പാൽ എന്നീ ഭക്ഷ്യവസ്തുക്കൾക്ക് വില ഗണ്യമായി ചുരുങ്ങും. സോപ്പ്, ഷാംപൂ, ഷേവിംഗ് ക്രീം, പെർഫ്യൂം എന്നിവയുടെ GST 18-ൽ നിന്ന് കുറഞ്ഞ് 5% നോട്ട് പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ള സ്കൂൾ സാധനങ്ങൾക്ക് GST ഇനി ഉണ്ടാവില്ല. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളായ ടെലിവിഷൻ, ഇൻവെർട്ടർ, AC, പാത്രം കഴുകുന്ന ഡിഷ് വാഷർ എന്നിവയ്ക്കും ആകർഷകമായ വിലക്കുറവുണ്ടാവും. 32 ഇഞ്ചിൽ കൂടുതലുള്ള LED ടെലിവിഷൻ, ഡിഷ് വാഷർ, AC, ബാറ്ററി എന്നിവയുടെ GST 28-ൽ നിന്ന് 10% കുറയുന്നത്. വില കുറയുന്നതോടെ വിൽപ്പന കുതിക്കുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. മലദ്വാരത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ചുകൊണ്ടുവന്ന യുവാവ് പിടിയിലായി. മലദ്വാരത്തിൽ MDMA ഒളിപ്പിച്ച നിലയിൽ യുവാവിനെ പിടികൂടി. എറണാകുളം ആലുവ സ്വദേശി റിച്ചു എന്നയാളാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായത്. ഇയാളെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിംഗ് നടത്തിയാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് സർജന്റെ സഹായത്തോടെയാണ് തൊണ്ടി മുതൽ പുറത്തെടുത്തത്. 20 ഗ്രാം MDMA ആണ് കണ്ടെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് എത്തിയപ്പോഴാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇയാൾ
പിടിയിലായത്. ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ച് എവിടെ നിന്നാണ് സാധനം വാങ്ങിയതെന്നും ആർക്ക് കൊടുക്കാനായാണ് കൊണ്ടുവന്നതെന്നും അന്വേഷിക്കുവാനാണ് എക്സൈസ് നീക്കം. ആർമി നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് പീഡനവും പണം തട്ടലും, യുവാവ് അറസ്റ്റിൽ. ആർമി നേവി ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകി പീഡനവും പണം തട്ടലുമായി 1 വർഷമായി പോലീസിനെ വെട്ടിച്ച് നടന്ന യുവാവ് അറസ്റ്റിലായി. ആലപ്പുഴ സ്വദേശി അജ്മൽ ഹുസൈനെയാണ് കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ്. നേവി ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് യുവതിയെ അജ്മൽ വഞ്ചിച്ചത്. വിശ്വാസ്യത തോന്നിപ്പിക്കാൻ യൂണിഫോമിലുള്ള ഫോട്ടോയും തിരിച്ചറിയൽ കാർഡും അയച്ചു നൽകിയിരുന്നു. 2023 മുളന്തുരുത്തി സ്വദേശിനിയെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ച് 30 ലക്ഷം രൂപ ഇയാൾ തട്ടിയെടുത്തിരുന്നു. ഹൈദരാബാദിൽ നിന്ന് പിടികൂടിയ ഇയാളെ അന്ന് ജയിലിൽ റിമാൻഡ് ചെയ്തിരുന്നു. ഇതിനിടെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ചും അജ്മൽ പണം തട്ടിയെടുത്തിരുന്നു. പിതാവിന്റെ പേരിലുള്ള തിരിച്ചറിയൽ കാർഡിലെടുത്ത സിം കാർഡാണ് ഇയാൾ ഉപയോഗിച്ചു വന്നത്. പിടിയിലായ അജ്മലിന്റെ ഫോണിൽ നിന്ന് ആർമി നേവി യൂണിഫോമുകളിലുള്ള ഫോട്ടോകൾ കണ്ടെത്തി. ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങിയ യുവാവിൽ നിന്ന് MDMA പിടികൂടി. കഠിനംകുളം സെന്റ് മൈക്കിൾ സ്കൂളില് സമീപം താമസിക്കുന്ന 22-കാരൻ ബിനോയ് വർഗീസിനെയാണ് തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചെറിയൻകീഴ് പോലീസും ചേർന്ന് പിടികൂടിയത്. പിടികൂടിയ ലഹരി മരുന്നിന് വിപണിയിൽ 25 ലക്ഷത്തിലേറെ വിലമതിക്കുമെന്നാണ് വിവരം. മൈസൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ട്രെയിനിൽ വന്ന ഇയാൾ പെരുങ്കുഴി ഇടഞ്ഞമൂലയിൽ വെച്ച് ട്രെയിൻ വേഗത കുറച്ചപ്പോൾ ബാഗുമായി ചാടിയിറങ്ങുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എല്ലാവർക്കും പ്രാപ്യമായ ആരാധനാലയമായ ശബരിമലയെ ശക്തിപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി. സൈബർ അപവാദ പ്രചരണ പരാതി, ആരോപണ വിധേയരായവരെ ചോദ്യം ചെയ്യും. സൈബർ ആക്രമണം, പരാതികളിൽ സർക്കാരിന് ഇരട്ട നീതിയെന്ന് VD സതീശൻ. തെങ്ങ് വീണ് 2 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.